ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേവൂട്ടൻ്റെ മൂന്നാമത്തെ ചോറൂണാണ്. ഏപ്രിൽ 30 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ചോറൂണ്. അപ്പം നമ്മൾ രാവിലെ ഒരു 8:45 ആയപ്പോൾ തന്നെ ക്ഷേത്രത്തിലെത്തി. അമ്മ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളിതാ ഇങ്ങനെ കറങ്ങി നടന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു സാരിയൊക്കെ ഞാൻ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാലരാമപുരത്തു നിന്നാണ് എടുത്തത്. ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പഫ് കൈ വെച്ചിട്ടുള്ള ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ആ ഒരു ബ്ലൂ ഇതിൽ വന്നിട്ട് ആ പഫിൻ്റെ അവിടെ മാത്രം ആ സാരിയുടെ കളർ വെച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ആക്ച്വലി ബ്ലൗസിൻ്റെ തുണി തികയാത്തത് കാരണം ഞാൻ പറഞ്ഞു സാരിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വെട്ടിയെടുത്ത് തയ്ക്കാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് അമ്മ വന്ന ശേഷം നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ അവിടുന്ന് ഒരു സ്വർണവും ഒരു കോയിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുത്തു. അപ്പം ഇലയിൽ പായസവും ചോറും എരിയും പുളിയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗോൾഡും പിന്നെ ആ ഒരു കോയിനും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ പോറ്റി തീർത്ഥം തന്നു, കുഞ്ഞാവയ്ക്ക് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ചന്ദനം തന്നിട്ട് കുഞ്ഞാവയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചന്ദനമൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പോറ്റി ഇതുപോലെ പറഞ്ഞു തന്നു. ആദ്യം നമ്മൾ മോതിര വിരൽ കൊണ്ട് സ്വർണ്ണത്തിൽ ടച്ച് ചെയ്ത് പിന്നെ ആ കോയിലിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് പായസത്തിൽ ടച്ച് ചെയ്ത് കുഞ്ഞാവയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചിട്ട് അത് കൊടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ബാക്കിൽ ഇതാ നാദസ്വരം വായിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കേട്ട് കുഞ്ഞാവ നല്ലതായിട്ട് പേടിച്ച് അവ ഇങ്ങനെ ചിന്തിച്ചേൻ്റെ മടിയിൽ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വിഷമമൊക്കെ ഇങ്ങനെ വന്ന് മുഖമൊക്കെ ഒന്ന് മാറി, എന്നാലും വലിയ സീനില്ലാതെയൊക്കെ ഇരുന്നു. ചിന്തുചേട്ടൻ കൊടുത്ത ശേഷം ഞാൻ അവന് ചോറ് കൊടുത്തു. ചോറ് കൊടുത്തിട്ട് നമ്മൾ എണീച്ച് നിന്ന് തൊഴുതിട്ട് പോറ്റി പറഞ്ഞു പുറത്ത് പോയി കയ്യും വായൊക്കെ കഴുകിച്ചിട്ട് അകത്ത് കയറി തൊഴാൻ പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി തൊഴുതപ്പോഴത്തേക്കും അകത്തുള്ള പോറ്റി അവന് കൃഷ്ണന് ചൂടിയിരുന്ന മയിൽപ്പീലിയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ അതൊക്കെ വെച്ച് നമ്മളിങ്ങനെ കുറേ നേരം കളിപ്പിച്ചു. പൊതുവേ അവിടെ അത്യാവശ്യം തിരക്കുള്ള ഒരു അമ്പലമാണ്. പക്ഷേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചൊവ്വാഴ്ച ആയിരുന്നുകൊണ്ട് അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും അവനെ അമ്മയും അച്ഛനും ചേട്ടൻ്റെ അമ്മയും എല്ലാവരും അവനെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഇതാ ചുറ്റി പ്രദക്ഷിണം വെച്ച് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വലിയ കരച്ചിലൊന്നും ഇല്ലാതെ എന്ന് വെച്ചാൽ അവിടെ നല്ല തണലും ഒക്കെ ഉള്ളത് കാരണം വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ലതായിട്ട് അവൻ ഇങ്ങനെ അതാ ചുറ്റി തൊഴുത അമ്പലത്തിലെല്ലാം ചുറ്റി തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു കസിനാണിത്, ശംഭു ചേട്ടൻ വന്നു. പിന്നെ വേറെ ചേട്ടൻ അല്ലാതെ മയിൽപ്പീലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവനിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അവൻ അപ്പോഴത്തേക്ക് ഉറക്കം വന്നു തുടങ്ങി. ഉറക്കം വരുമ്പോൾ സ്ഥിരമുള്ള കലാപരിപാടിയാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ചിന്തുചേട്ടൻ്റെ ഭയങ്കര അസൂയാണ്. ചിന്തുചേട്ടൻ മാത്രം അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെന്ന്. പക്ഷേ താടിയും മീശയൊക്കെ ഉള്ളതുകൊണ്ട് ചിന്തുചേട്ടൻ്റെ അടുത്ത് അത് ചെയ്യൂല. അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അവൻ എന്നെ അങ്ങനെ ആക്രമിക്കുന്നത്. പിന്നെ ഇതുപോലെ കരണ്ടപ്പോൾ ഞാൻ മയിൽപ്പീലി വെച്ച് ഇങ്ങനെ അവനെ കളിപ്പിച്ചു. അപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചോറൂണ് 3 എണ്ണവും കഴിഞ്ഞതിന് ശേഷം വീട്ടിലിതാ സദ്യ ഒരുക്കി. അപ്പം നമുക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഇലയിട്ട് മുഴുവൻ കറികളും വിളമ്പി ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ എല്ലാ ഒരു എസൻസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അവന് വെച്ച് കൊടുത്തു വായിൽ. ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവന് ഈ സദ്യയിലൊക്കെ ഇങ്ങനെ കളിക്കാൻ വിട്ടു. അപ്പം ഞാൻ കൊടുത്ത ശേഷം ചിന്തുചേട്ടനും കുഞ്ഞാവയ്ക്ക് ഒരു പ്രാവശ്യം വായിൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോറൂണ് വിശേഷം. ആദ്യത്തെ ചോറൂണും രണ്ടാമത്തെ ചോറൂണും എല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും വീഡിയോസ് കാണുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക.